everyone, welcome back to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആട്ടപ്പൊടിയും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഈസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ഈ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ബട്ടർ ഉപയോഗിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കാം. അതിനായിട്ട് ടിന്നിൻ്റെ വലുപ്പത്തിൽ ഒരു A4 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് തുടച്ചെടുക്കാം. ഈ ഭാഗത്തൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ടതിന് ശേഷം മറ്റു ഭാഗത്തും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പതയുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മെല്ലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യരുത്, വളരെ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ. ഇപ്പോൾ ആട്ടപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് 4 ക്യാരറ്റ്സ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് 1 കപ്പോളം ഉണ്ട്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ല, എയർ ബബിൾസ് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണ്. ഇതിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബേക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം. കുത്തി കൊടുത്തതിന് ശേഷം ഇതിന് മാവൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബാക്കിലും അടിഭാഗത്തും സൈഡിലും ഒക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഒന്ന് ഊരി കൊടുക്കാം. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.